പുതുശ്ശേരി കുടിവെള്ള പദ്ധതി ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധി പ്രധാനമായിട്ടും മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ പുതുശ്ശേരി കുടിവെള്ള പദ്ധതിയുടെ കാടനാട് കിണറ്റിൽ ജോൺസൺ പാറക്കൽ എന്ന വ്യക്തി അനധികൃതമായി സ്ഥാപിച്ച മോട്ടോർ മൂലം പദ്ധതിയിലുണ്ടായ ജലദൗർലഭ്യം മൂലമുണ്ടായ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, 10 വർഷം മുമ്പ് പ്രിയങ്കരനായ മാണി സാറിൻ്റെ സംഭാവനയാൽ ഇവിടെ പദ്ധതി നമ്മൾ നടപ്പാക്കി. 2018 പദ്ധതിയുടെ ജലലഭ്യത കൂട്ടുന്നതിനായിട്ട് കാടനാട് ഭാഗത്ത് കിണർ നിർമ്മിച്ചു. അതിന് കിണർ നിർമ്മിക്കുന്നതിലേക്കുള്ള വഴിയുടെ സൗകര്യം അന്ന് ചെയ്തിരുന്നത് ജോൺസൺ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് മുതൽ സൗജന്യ കുടിവെള്ള കണക്ഷൻ ജോൺസന് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അതിന് പുറമെ ഇപ്പോൾ ഒരു മോട്ടോർ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്നത് പുള്ളിയുടെ ഒരു ടാങ്കിലേക്ക് അടിക്കുകയല്ല ചെയ്യുന്നത്. ആ കുടിവെള്ളം പറമ്പ് നനയ്ക്കാനും പുൽത്തകിടി നനയ്ക്കാനും കിണർ റീചാർജ് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി വൈകുന്നേരം ഇടുന്ന മോട്ടോർ രാത്രിയും പകലും എല്ലാം ഇട്ട് കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം കുറച്ച് നാളുകളായിട്ട് നമ്മൾ നേരിടുകയാണ്. അതിൻ്റെ ഒരു ദുരന്തഫലം നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇത് മാത്രമല്ല. കിണറ്റിലെ മോട്ടോർ വെള്ളം അടിച്ച് പറ്റിച്ചതിന് ശേഷം പദ്ധതിയുടെ മോട്ടോർ പ്രവർത്തിപ്പിക്കുകയും ഡിസംബർ മാസത്തെ അവസാനം പദ്ധതിയുടെ മോട്ടോർ കത്തിപ്പോയ സാഹചര്യമുണ്ടായി. അതിൻ്റെ ഫലമായി അത് നന്നാക്കിയെടുക്കുന്നതിലേക്ക് 30,000 രൂപയുടെ അധിക ചെലവ് പദ്ധതിക്ക് വരികയും ചെയ്തു. തുടർന്ന് പുതുശ്ശേരി 12ാം വാർഡിൻ്റെ ഗ്രാമസഭ ഈ അനധികൃത മോട്ടോർ എടുത്തു മാറ്റണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും അതുകൂടാതെ പഞ്ചായത്തിൽ മാസ് പെറ്റീഷനായിട്ട് ഈ ഗുണഭോക്താക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിട്ട് നൽകി. പഞ്ചായത്ത് ഭരണസമിതി അതിൽ അന്വേഷണം നടത്തി ജോൺസൺ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോർ അനധികൃതമാണെന്നും അതിലൂടെ കുടിവെള്ള പദ്ധതിയുടെ ജലലഭ്യതയിൽ വലിയ കുറവുണ്ടാകുന്നുവെന്നും പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലാവുന്നുവെന്നും കാണിച്ച് കാര്യകാരണ സഹിതം മോട്ടോർ എടുത്ത് മാറ്റണമെന്നുള്ള ഉത്തരവ് 1 മാസം മുമ്പ് ജോൺസന് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനിടയിൽ ഗുണഭോക്തൃ സമിതിയുടെ ആളുകളായ എന്നെയും സന്തോഷേട്ടനെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് ഈരാറ്റുപേട്ട കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ പഞ്ചായത്തിനെ പ്രതി ചേർത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ ജോൺസന് അനുകൂലമായ വിധി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു വിധിയും അതിനകത്ത് ഉണ്ടാകാതെ ആ കേസും തള്ളിപ്പോയ അവസ്ഥയുണ്ടായി. എന്നിട്ടും ഈ മോട്ടോർ എടുത്ത് മാറ്റാൻ ജോൺസൺ തയ്യാറായിട്ടില്ല. മോട്ടോർ ജോൺസൺ എടുത്ത് മാറ്റിയില്ല എങ്കിൽ നടപടിയെടുക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് ആ മോട്ടോർ സ്വന്തമായി എടുത്തു മാറ്റുന്നതിന് പോലീസ് സംരക്ഷണം നൽകുമെന്ന് ഈരാറ്റുപേട്ട CI രേഖാമൂലം സെക്രട്ടറിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷവും പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസണുമായിട്ട് ധാരണയിലാകുകയും ഈ അനധികൃത മോട്ടോർ തുടർന്ന് അവിടെ വെക്കുന്നതിലേക്കായി പണം കൈപ്പറ്റിക്കൊണ്ട് ഈ ഉത്തരവ് നടപ്പാക്കാതെ ഇന്നും ആ മോട്ടോർ ആ കിണറ്റിലിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പരിപാടികൾ വെച്ച് താമസിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രസിഡന്റ് ഇന്ന് വരെയും ശ്രമിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ കഴിഞ്ഞ 16-ാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ജോൺസന് ഒരു അപേക്ഷ കൊണ്ടുവന്ന് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസുള്ളത് കൊണ്ട് മോട്ടോർ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രസിഡന്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അത് അജണ്ടയിൽ വരുന്നത്. അന്ന് കമ്മിറ്റി എടുത്ത തീരുമാനം ഹൈക്കോടതിയിലെ കേസ് സംബന്ധിച്ച അതിൻ്റെ സ്റ്റാറ്റസ് അതവിടെ കേസുള്ളതിൻ്റെ പേരിൽ മോട്ടോർ എടുത്ത് മാറ്റുന്നതിന് തടസ്സമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് നിയമോപദേശം ചോദിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനപ്രകാരം സെക്രട്ടറി സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ചോദിച്ചത് ഈ ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസിൽ
മോട്ടർ എടുത്ത് മാറ്റുന്ന അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സംബന്ധിച്ച് നിയമോപദേശം ആണ് ചോദിച്ചത്. ആ നിയമോപദേശം കഴിഞ്ഞ 18-ാം തീയതി ഈ പഞ്ചായത്തിൽ ലഭിച്ചത് പ്രകാരം ഈ മോട്ടർ എടുത്ത് മാറ്റുന്ന അടക്കമുള്ള നടപടികൾ തുടരുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈ പാവങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പണം വാങ്ങിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ മേഖലയിൽ കുടിവെള്ളക്ഷാമം എന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ല. അതിനു മുമ്പൊക്കെ വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. നന്നായിട്ട് നടക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയെ തകർക്കണമെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വളരെ ബോധപൂർവമായ ആ തീരുമാനമാണ് ഇവിടെ നടപ്പാകുന്നത്. ഇതിനകത്ത് നിയമം നടപ്പാക്കാനായിട്ട് ബാധ്യതയുള്ള പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ഇതൊന്നും നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ജോൺസൺ പാറയ്ക്കൽ എന്ന അധമ പ്രവർത്തികൾക്ക് പഞ്ചായത്ത് എന്തിനു കൂട്ടുപിടിക്കുന്നു എന്നുള്ളത്, ഈ സാമ്പത്തിക ഇടപാടാണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ സമരം ഇതിൻ്റെ പല ഘട്ടങ്ങൾ ഇനിയും പിന്നിടും. കുടിവെള്ളം നിഷേധിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരോഷം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. ഇത് നീതി നടപ്പാക്കാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ പ്രസിഡന്റും ഈ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരൊന്നും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ് അവർ ഈ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു മനുഷ്യന് അവൻ്റെ അടിസ്ഥാന അവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ് കുടിവെള്ളം. അത് നിഷേധിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ല. നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്ന കസേരയാണ്. പഞ്ചായത്തിൻ്റെ ആസ്തികൾ വിറ്റു തുളയ്ക്കുന്ന, പഞ്ചായത്തിൻ്റെ ആസ്തികൾ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് മൊത്തത്തിൽ ഒരു അപമാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുടിവെള്ള പദ്ധതി പുതുശ്ശേരി കോളനി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ നിലവിൽ അത് വർഷാവർഷം ഉപഭോക്താക്കളുടെ എണ്ണം കൂടുകയും ജലത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുകയും ചെയ്തതനുസരിച്ചുള്ള വിപുലീകരണം ആ പദ്ധതിക്ക് പലതവണയായിട്ട് വന്നിട്ടുണ്ട്. 2 കിണറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വലിയ കിണർ, ആ വലിയ കിണറ്റിൽ ഒരു സ്വകാര്യ വ്യക്തി, അതായത് ജോൺസൺ പാറയ്ക്കൽ എന്നയാളുടെ ഒരു മോട്ടർ അനധികൃതമായിട്ട് ആ കിണറ്റിൽ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ മോട്ടർ അവിടെ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി ആ ജലം ഏതെങ്കിലും ഒരു സംഭരണിയിലേക്ക് ശേഖരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കിണർ റീചാർജ് ചെയ്യുന്നതിനായിട്ട് പുരയിടത്തിലേക്ക് ആ മോട്ടറിൻ്റെ ഹോസ് ഉപയോഗിച്ച് വെള്ളം പുരയിടത്തിലേക്ക് നനയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം അതുമൂലം ഈ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ട് വരുന്ന ആ ജലം അവിടുന്ന് ശേഖരിക്കുന്നതിന് നമുക്ക് പലപ്പോഴും കഴിയാതെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടാങ്ക് സംഭരണം നിറഞ്ഞാൽ, കുടിവെള്ളയുടെ സംഭരണം നിറഞ്ഞാൽ മാത്രമേ ഈ മുഴുവൻ ഉപഭോക്താക്കൾക്കും കൃത്യമായിട്ട് ജലം എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുമൂലമാണ് ഇപ്പോൾ ഇതുപോലെയൊരു ഇതൊരു സമരത്തിൻ്റെ ഒരു പല ഘട്ടങ്ങൾ പിന്നിട്ടൊരു ശേഷമാണിത്. നിവേദനം അടക്കമുള്ള നിരവധി സമരരൂപങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ തന്നെ പലതവണ സമീപിച്ചിട്ടുണ്ട്. അവർ മനസ്സോടെ ഒരു ഓർഡർ ഇറക്കിയിട്ട് 1 മാസം പിന്നിട്ടു. അതായത് ഈ കിണറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മോട്ടർ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഓർഡർ അവർ ഇറക്കി. അതൊരു മാസം പിന്നിട്ടു. ആ ഓർഡർ ഇറക്കിയതല്ലാതെ അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കുന്ന ശുഷ്കാന്തി പഞ്ചായത്ത് ഭരണസമിതി കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്തും ഇതുപോലെ കുഞ്ഞു കുട്ടികളടക്കം ഈ സ്ത്രീകളടക്കം ഇതുപോലൊരു സമരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന മോട്ടർ ആ കിണറ്റിൽ നിന്ന് നീക്കിയാലല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഈ ഉപഭോക്താക്കളുടെ യോഗം വിളിച്ച് ആ ഉപഭോക്താക്കളുടെ യോഗത്തിൽ ഉയർന്നു വന്ന ആ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് പഞ്ചായത്തിന് മുന്നിലേക്ക് അടക്കം പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തുക എന്നുള്ളത് അന്നത്തെ ഉപഭോക്തൃ സമിതി കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിലവിൽ വാർഡ് മെമ്പറും ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവ് കൂടിയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പദ്ധതി ഗുണഭോക്താക്കളാണ്, മറ്റാരുമില്ല. അപ്പോൾ അതുകൊണ്ട്
ഇത്തരം ഒരു സമരരൂപത്തിലേക്ക് ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടെത്തിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഈ ലക്ഷ്യം സാധിക്കുന്നത് വരെ ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല. പഞ്ചായത്ത് അതിനകത്ത് ഏതെങ്കിലും താല്പര്യങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഇപ്പം പല കാര്യങ്ങളിപ്പോൾ പല ഉദാഹരണങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെ ആസ്തികൾ അന്യാധീനപ്പെട്ടു പോകുന്ന പല സംഭവങ്ങളും ഇപ്പോൾ ഈ അടുത്ത നാളിൽ മൂന്നൽ പഞ്ചായത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ആസ്തിയായിട്ടുള്ള ഈ കിണർ പോലും ഈ തൽപര കക്ഷിക്ക് അല്ലെങ്കിൽ ജോൺസൺ പാറക്കലിന് വിട്ടുകൊടുക്കാനുള്ള അതിനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് വരെ ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം കെടുകാര്യസ്ഥതയാണ് ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തി ഈ ജനങ്ങളെ കണ്ണീർ കുടിപ്പിക്കുന്ന ഈ സ്ഥിതിക്കെതിരെയുള്ള പോരാട്ടം അതിൻ്റെ എത്രത്തോളം കടുത്ത നിലയിലേക്ക് എത്തിക്കേണ്ടി വന്നാലും അത് എത്തിക്കാൻ തയ്യാറായിട്ടാണ് ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്നിവിടെ സംഘടിക്കാനും ഈ പ്രതിഷേധത്തിന് എത്താനും ഇടയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ അവരുടെ നിലവിലുള്ള അഴകുഴമ്പം സമീപനം അവസാനിപ്പിച്ച് ഈ ജനങ്ങളുടെ ആവശ്യം ന്യായമായ ആവശ്യം ബോധ്യപ്പെട്ട് ആ മോട്ടോർ നീക്കം ചെയ്ത് കൊണ്ട് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാൻ നമുക്കിപ്പം കഴിയുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ആ ഒരു ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇപ്പം നിലവിൽ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം നിലവിൽ വിവിധ അധികാര സ്ഥാനങ്ങളിൽ നമ്മളിതിനു മുമ്പ് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഗുണഭോക്തൃ സമിതിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടാണ് എല്ലാ സ്ഥലത്തും നിയമപരമായിട്ട് വന്ന എല്ലാ വിധികളും വന്നേക്കുന്നത്. എന്നിട്ടും പഞ്ചായത്തിൻ്റെ ആസ്തിപ്പെട്ട ഈ കിണർ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പല ആസ്തികളും ഇപ്പോൾ നിലവിൽ ഉദാഹരണം പറഞ്ഞ ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് അടക്കം പല പഞ്ചായത്ത് റോഡുകൾ അടക്കം ആസ്തികൾ കൈവിട്ട് കളഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കടുംപെട്ട് നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ മൂന്നിൽ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ഭരണസമിതി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അധികാരികളുടെ ആ നിസ്സംഗതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇപ്പം ഈ ഒരു പ്രത്യക്ഷ സമരരൂപം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 12 വർഷത്തോളമായിട്ട് സുഗമമായിട്ട് നടന്നു പോകുന്ന ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു പുതുശ്ശേരി കുടിവെള്ള പദ്ധതി. പക്ഷേ ഇപ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിക്ക് തുടർന്ന കണക്ഷനുകൾ കൂടുകയും ഇപ്പോഴുള്ള ആളുകൾക്ക് മുഴുവൻ വെള്ളം കൊടുക്കുവാൻ ഒരു കിണർ കൊണ്ട് സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് രണ്ടാമതൊരു കിണറിൻ്റെ സാധ്യത വന്നതും രണ്ടാമത് കിണർ പഞ്ചായത്ത് അനുവദിച്ച് കുത്തി അവിടുന്ന് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ മഴയുടെ വലിയ ലഭ്യതക്കുറവും ആറിലുള്ള വെള്ളത്തിൻ്റെ കുറവും അനുസരിച്ച് നമുക്ക് കിണറുകളിൽ നിന്ന് ആവശ്യത്തിന് ജലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്കുള്ള ഒരു ജലസ്രോതസ്സിൽ സ്വകാര്യ വ്യക്തി അദ്ദേഹം കിണർ റീചാർജ് ചെയ്യാനും പറമ്പ് നനയ്ക്കാനുമായിട്ട് ഒരു മോട്ടോർ സ്ഥാപിച്ച് വെച്ചതിൻ്റെ പേരിൽ രാവിലെ നമ്മൾ മോട്ടോർ അടിക്കാനായിട്ട് ചെല്ലുമ്പോൾ മോട്ടറിന് താഴെയാണ് വെള്ളത്തിൻ്റെ ലെവൽ നിൽക്കുന്നത്. രാത്രി മുഴുവൻ 12 മണിക്കൂർ നേരം രാത്രിയിൽ മോട്ടോർ അടിക്കുന്ന സമയത്ത് രാവിലെ നമുക്ക് വെള്ളം ലഭിക്കുന്നില്ല. ഇത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി കൊടുത്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അധികാരികൾ വന്ന് പരിശോധിച്ച് ഈ പരാതികൾ സത്യമാണെന്നും മോട്ടോർ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു പഞ്ചായത്തിന് ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് രേഖാമൂലം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ടും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാർഷ്ട്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടിയ ഈ ജലത്തിൻ്റെ കമ്മിറ്റിയിൽ അദ്ദേഹം വന്ന് ഉന്നയിച്ചത്. അപ്പോൾ ഇതുപോലെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരാളുടെ മോട്ടർ എടുത്ത് മാറ്റാത്തിടത്തോളം കാലം ഈ ജലത്തിന് ദൗർലഭ്യമുള്ള സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ വാഹനങ്ങളിൽ 700-800 രൂപയ്ക്ക് 1000 ലിറ്റർ വെള്ളം വിലയ്ക്ക് വാങ്ങി 8 തവണ 9 തവണ ഉപയോഗിച്ച കുടുംബങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഇത് തുടർന്ന് പോകുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്ത് ഇതുപോലെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ജനങ്ങൾ ഇറങ്ങി മാറാൻ സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി തുടർന്നും നല്ല നിലയിൽ പോകേണ്ടതിന് ഈ അധികാരികൾ നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കണം എന്ന് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ശരിക്കും ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണ്, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരമാണ്. 12-ാം വാർഡിലെ ഒരു ഗ്രാമീണ മേഖലയിൽ ഏകദേശം 60ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതി അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ജോൺസൺ പാറക്കൽ എന്ന വ്യക്തി സ്വകാര്യമായിട്ട് അദ്ദേഹം മോട്ടോർ സ്ഥാപിച്ച് അതായത് ജലസംഭരണിയിലേക്ക് കിണറ്റിൽ നിന്ന് അടിക്കേണ്ട വെള്ളം അദ്ദേഹം
പറമ്പ് നനയ്ക്കാനും കിണർ റീചാർജ് ചെയ്യാനും ആണ് ഉപയോഗിക്കുന്നത്. ഈ വസ്തുത ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പഞ്ചായത്തിൽ നിവേദനം കൊടുക്കുകയും പഞ്ചായത്ത് അധികൃതർ അത് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അദ്ദേഹം കിണർ റീചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പറമ്പ് നനയ്ക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 8-ാം തീയതി ഒരു ഉത്തരവ്, അതായത് ഈ അനധികൃതമായി വച്ചിരിക്കുന്ന ഈ മോട്ടോർ എടുത്ത് മാറ്റണം എന്നും പറഞ്ഞൊരു ഉത്തരവ് പഞ്ചായത്ത് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ 1 മാസം കഴിഞ്ഞു. ഈ വർഷം നമുക്കറിയാം കടുത്ത വേനലാണ്, കടുത്ത വെള്ളത്തിന് വറുതി നേരിടുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ സംബന്ധിച്ച് കുടിവെള്ളത്തിന് ഭയങ്കരമായ ദൗർബല്യം നേരിടുന്നു. പക്ഷേ ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ടും പഞ്ചായത്തിൻ്റെ പക്ഷത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ജോൺസൺ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി മുട്ടിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു പ്രത്യക്ഷ സമരവുമായിട്ട് ഈ പഞ്ചായത്തിൽ ഒരു ധർണയുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നം ഏതറ്റം വരെയും ഈ പ്രശ്നവുമായിട്ട് ഞങ്ങൾ സമരപരിപാടി വിട്ട് പോകും. കാരണം വേറെ ഒരു മാർഗമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം 60ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം തരേണ്ട പഞ്ചായത്ത് സമിതി തന്നെ അവരാണ് ഈ വർഷം ഒരു ടാങ്കർ ഒരു തുള്ളി വെള്ളം അവർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കുടിവെള്ള സപ്ലൈ അവിടെ ഉണ്ടായില്ല. മറിച്ച് അതുപോലെ തന്നെ നിലവിലുള്ള കുടിവെള്ള സോഴ്സ് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. അതിനാണ് ഞങ്ങൾ ഈ സമര പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഈ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പൈസ വാങ്ങിക്കാനൊക്കെ നടക്കുന്നയാളാണ്. ഞാൻ ഓരോ വീട്ടിലും ചെന്ന് പൈസ ചോദിക്കുമ്പം അവർക്കെല്ലാവർക്കും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വെള്ളം പഞ്ചായത്തിൽ നിന്ന് തരുന്ന വെള്ള പദ്ധതിയിൽ എല്ലാവരുടെയും പൈപ്പുകൾ ഓഫാക്കിയിട്ടേക്കുവാണ്, പൊട്ടിക്കിടക്കുവാണ്. അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും വെള്ളം കിട്ടിക്കൊണ്ടിരുന്നില്ല. ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരു മാസത്തോളം തന്നെ ഞങ്ങൾക്ക് വെള്ളം ഒട്ടും കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ പല വീടുകളിലും ചെന്നെടുത്തു. പക്ഷേ എന്നിട്ടൊന്നും ഈ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പ്രശ്നം അല്ല, വെള്ളം ഇല്ല, മറ്റേ മറിച്ചാന്നൊക്കെ ജോൺസനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം മോട്ടർ താഴ്ത്തി വെക്കാനായിട്ട് കുറ്റം പറഞ്ഞ് മാറുകയാണ്. പക്ഷേ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി ഞങ്ങൾക്ക് വെള്ളം തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പ്രദേശത്ത് എനിക്കും ആ പ്രദേശത്തുള്ള അയൽവാസികൾക്കും മറ്റുള്ളവർക്കും കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് ഈ പുതിയ അജിത്ത് മെമ്പർ ആവശ്യപ്പെട്ട പ്രകാരം 2 സെൻറ്റ് സ്ഥലം ഞാൻ പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് സറണ്ടർ ചെയ്തു. എനിക്ക് കുടിവെള്ളം തന്നായിരുന്നു വ്യവസ്ഥ. പക്ഷേങ്കിൽ ഈ ഒരു 1-2 മാസമായിട്ട് കുടിവെള്ളത്തിന് വളരെ ദൗർലഭ്യമാണ്, വെള്ളമില്ല. വിലയ്ക്ക് വഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് എനിക്കും അടുത്ത പരിസരത്തുള്ളവർക്കും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിന്നെ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അധികാരികൾ അതേപ്പറ്റി ശ്രദ്ധിക്കുന്നുമില്ല. അവരുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു നടപടികളിലും വരുന്നുമില്ല. മനുഷ്യത്വപരമായൊരു സമീപനം സ്വീകരിച്ച് അധികാരത്തിലിരിക്കുന്നവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം.